താങ്കളൊരു ഗവേഷകൻ കൂടിയാണ് എന്ന് സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവുകളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ കാവുകളുള്ളത് ആലപ്പുഴ ജില്ലയിലാണെന്ന് തോന്നുന്നു. അപ്പം ഈ നമ്മുടെ കേരളത്തിലെ മറ്റ് ജില്ലകളിലെ ഈ കാവുകളുടെ യഥാർത്ഥ ഒരു അവസ്ഥ എന്താണ്? എത്രത്തോളം കാവുകൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്? ഈ രംഗത്ത് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാം. കേരളത്തിൽ നമ്മൾ ഇന്ന് 10,700ഓളം കാവുകളുണ്ട്. അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖല കുറവുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതലുള്ള ഇടുക്കിയിലാണ്. അപ്പം അതുകൊണ്ടായിരിക്കും പ്രകൃതി കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വനമേഖല ആലപ്പുഴ ജില്ലയ്ക്ക്, ഏറ്റവും കൂടുതൽ കാവുകൾ ആലപ്പുഴ ജില്ലയ്ക്ക് കൊടുത്തു. അതുപോലെ ഏറ്റവും കുറവ് കാവുകൾ ഇടുക്കി ജില്ലയ്ക്ക് കൊടുത്തു. ഇടുക്കിയിൽ 36 കാവുകളേ ഉള്ളൂ. ആലപ്പുഴയിൽ ഏകദേശം 2246 അങ്ങനെ ഒരു കണക്കാണ് കാണുന്നത്. അപ്പം ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാവുകളുള്ളത്. നമുക്ക് ഈ കാവുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഠനത്തിന് വേണ്ടി 4ആയിട്ട് തിരിക്കാം. കാവുകളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഒന്ന് കുടുംബ കാവുകൾ, മറ്റൊന്ന് ദേവസ്വം ബോർഡിൻ്റെ കാവുകൾ, അത് സർക്കാരിൻ്റെ കാവുകളാണ്. ഇനിയുള്ളത് സമുദായ കാവുകൾ, മറ്റൊരെണ്ണം 4മത്തത് ട്രസ്റ്റുകളുടെ കാവുകൾ. അങ്ങനെ ഒരു 4ആയിട്ട് തിരിക്കുക. ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത് കുടുംബ കാവുകളാണ്. അതൊരു കുടുംബത്തിൻ്റേതാകുമ്പോഴത്തേക്ക് അവർക്ക് സംരക്ഷിക്കാനുള്ള താല്പര്യം കൂടും. അങ്ങനെ ചെയ്യുന്നു. രണ്ടാമത് ഈ സമുദായ കാവുകൾ, അതും വലിയ കുഴപ്പമില്ലാതെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഈ ദേവസ്വം ബോർഡിൻ്റെ കാവുകളും. അപ്പം കാവ് നിലനിൽക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാവിനെക്കുറിച്ചുള്ള ഒരു ബോധം, കാവ് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞൊരു ബോധം പൊതുജനങ്ങൾക്ക് വേണം, അതുണ്ടാകണം. അപ്പം ഇന്ന് നമ്മൾ ചില കാവുകളിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ മിയാവാക്കി എന്ന് പറഞ്ഞൊരു കുട്ടിവന സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട്. മിയാവാക്കി, അത് ജപ്പാനിൽ ഉരുത്തിരിഞ്ഞൊരു കുട്ടിവന സമ്പ്രദായമാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. കേരളത്തെ സംബന്ധിച്ച് നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് 10,000-ലേറെ കാവുകളുണ്ട്. അതെല്ലാം തന്നെ പാരിസ്ഥിതികമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. നമ്മുടെ പഴയ തലമുറ പൈതൃകമായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് സംരക്ഷിക്കാനുള്ളൊരു സംവിധാനം സർക്കാർ തലത്തിലുണ്ടാകണം. ഒരുപാട് കാവുകൾ നശിച്ച് കിടപ്പുണ്ട്. കാവുകൾ ഏകദേശം നല്ല രീതിയിൽ നടക്കുന്ന ഉത്തര കേരളത്തിലാണ്. ഉത്തര കേരളത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാവുകളെല്ലാം തന്നെ അവിടെ പ്രവേശനം ഈ 1 മാസത്തിലൊരിക്കൽ വരുന്ന സംക്രമ ദിവസങ്ങൾ മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം 12 ദിവസമേ മനുഷ്യൻ കയറുന്നുള്ളൂ. അതേസമയം മധ്യ കേരളം മുതൽ ഇങ്ങോട്ട് തിരുവിതാംകൂറിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, എപ്പോഴും വേണമെങ്കിലും ആൾക്കാർക്ക് കാവിനുള്ളിൽ പ്രവേശിക്കാം. സാറേ, ഈ കേരളത്തിലെ കാവുകളെ കുറിച്ചുള്ള പഠനം നടത്തുന്ന ആളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കാവ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഉണ്ട്, സാറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കാവെന്ന് നമുക്ക് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഭീമനടി പഞ്ചായത്തിലെ കമ്മാടം കാവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കാവ്. ഏകദേശം 100 ഏക്കറോളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു 70 ഏക്കറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബാക്കി കയ്യേറിപ്പോയതാണ്. പിന്നെ അതുപോലെ കേരളത്തിൽ 50 ഏക്കറിന് മുകളിൽ വരുന്ന 4 കാവാണ് വലിപ്പമുള്ള 4 കാവെന്ന് പറയുന്നത്. ഒന്ന് കമ്മാടം, അതെ, ഒന്ന് കമ്മാടം കാവ്, മറ്റൊന്ന് തവിടിശ്ശേരി കാവ്, ഇനിയുള്ളത് തെയ്യോട്ട് കാവ്, പിന്നെ ഉള്ളത് നമ്മുടെ എറണാകുളത്തുള്ള ഇരിങ്ങോൾ കാവ്. ഏറ്റവും വലിയ കാവ് അല്ല, ഇരിങ്ങോൾ കാവിനെക്കാട്ടി വലുതാണ് കമ്മാടം കാവ്. അപ്പം ഈ 4 കാവാണ് 50 ഏക്കറിന് മുകളിൽ വലിപ്പമുള്ള കാവുകൾ. ഈ കാവിൽ എല്ലാത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. കമ്മാടം കാവിൽ കുളയട്ട ഉള്ളൊരു കാവാണ്. നമ്മുടെ കാടുകളിൽ കാണുന്ന കുളയട്ട കമ്മാടം കാവിലുണ്ട്. ഇരിങ്ങോൾ കാവ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. പെരുമ്പാവൂർ ടൗണിലുള്ള ഒരു കാവെന്ന രീതിയിൽ സാധാരണ മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാവാണ് ഇരിങ്ങോൾ കാവ്. പിന്നുള്ളത് തവിടിശ്ശേരി കാവും തെയ്യോട്ട് കാവുമാണ്. ഇത് രണ്ടും കണ്ണൂർ ജില്ലയിലാണ്. തവിടിശ്ശേരി കാവിൻ്റെ ഒരു പ്രത്യേകത, മാസത്തിലൊരിക്കൽ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അവിടെ കയറുമ്പോൾ തന്നെ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു. തവിടിശ്ശേരി കാവ് അത് കണ്ണൂരില്ല, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്താണ്. പയ്യന്നൂരിനടുത്താണ് ആ കാവ്. അത് ഈഴവ സമുദായക്കാർ, തീയ സമുദായക്കാരുടെ നിയന്ത്രണത്തിലാണ്
വലിയ കാവാണ്. അവിടുത്തെ ഒരു പ്രത്യേകത ഈ കരിങ്കുരങ്ങനെ കാണുന്ന കേരളത്തിലെ ഏക കാവാണ്. കരിങ്കുരങ്ങുണ്ട് അല്ലേ? ഓഹോ. കരിങ്കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക കാവാണ് അത്. അവിടെ മാസത്തിലൊരിക്കൽ, അതായത് സംക്രമ ദിവസം മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും അരയ്ക്ക് മുകളിൽ വസ്ത്രം പാടില്ല എന്നതാണ് ചിട്ട. അങ്ങനെയാണ് ആൾക്കാർ പോകുന്നത്. അപ്പം ഞാനവിടെ പോയപ്പോഴത്തേക്കും അങ്ങനെ പോകുന്ന നമ്മൾ വിചാരിക്കും അപ്പം സ്ത്രീകളൊന്നും പോകില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഏകദേശം ഒരു 10 വയസ്സിനും 60-70 വയസ്സിനും ഇടയിലുള്ള 50ഓളം സ്ത്രീകൾ പോകാറുണ്ട്. അപ്പം നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കാവുകളുമായി ബന്ധപ്പെട്ട കാവുകൾക്ക് ഉള്ള പാരിസ്ഥിതിക പ്രാധാന്യമാണ് സാർ ഇവിടെ വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ പരിസ്ഥിതിയെ സംബന്ധിച്ച് ടീച്ചറിനോടുള്ള ചോദ്യം ഇതാണ്. പരിസ്ഥിതി ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെയാണ്, ഒപ്പം തന്നെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെ അവസ്ഥ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആ വെല്ലുവിളികൾ ഇനിയും നാളെ അത് വർദ്ധിക്കാനാണ് സാധ്യത. ഒട്ടനവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അപ്പം ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിനകത്ത് നമുക്ക് കുട്ടികൾക്കും ഒപ്പം തന്നെ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ ഇതിനോട് ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ആഗോളതാപനം, രണ്ടാമത്തേത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മൂന്നാമത്തേത് മലിനീകരണം. ഈ 3 എണ്ണമാണ് പ്രധാനമായിട്ടും പരിസ്ഥിതി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അതിൽ ആഗോളതാപനം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷത്തിൻ്റെ താപനില വർദ്ധിക്കുകയാണ്. നമ്മൾ സൂര്യൻ്റെ ചൂട് കൂടുന്നു എന്ന് പറയുന്നു, പക്ഷേ സൂര്യൻ്റെ ചൂട് കൂടുന്നില്ല. ചൂട് അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ ആ ചൂടിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള സംവിധാനങ്ങൾ നഷ്ടമായി എന്നുള്ളതാണ് സത്യം. ചൂട് സാധാരണ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഓസോൺ പാളി അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴേക്കും സൂര്യപ്രകാശം കടന്നു വരുമ്പോഴത്തേക്കും കുറേ റിഫ്ലക്റ്റ് ചെയ്യും, അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകും, കുറച്ച് അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്യും, കുറേ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഡിസ്പേഴ്സ് ചെയ്തു പോകും. ഇപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും, ഹരിതഗൃഹവാതങ്ങളുടെ അളവ് കൂടിയത് കാരണം പുറത്തേക്ക് ബഹിരാകാശത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ തിരിച്ചു വിടുന്ന സൂര്യരശ്മികളുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഇത് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ ഹൗസിൽ, ചെടികൾ നട്ടു വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രീൻ ഹൗസിൽ എങ്ങനെയാണോ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ ആയിരുന്നു ഇവിടെ റെഗുലേഷൻ നടന്നിരുന്നത്. അതായത് സൂര്യപ്രകാശം കടന്നു വരും, ചൂട് കുറച്ചിവിടെ നിൽക്കും, റേഡിയേഷൻസ് കുറേ വെളിയിലേക്ക് പോകും. ഇപ്പോൾ വെളിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, കാരണം അവിടെ ഒരു ബ്ലാങ്കറ്റ് പോലെ, ഒരു പുതപ്പ് പോലെ ഇതിങ്ങനെ കട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അതുപോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെയും ലെയർ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂടുന്നതോടെ ഈ പുറത്തേക്കുള്ള സൂര്യപ്രകാശത്തിൻ്റെ, സൺറൈസിൻ്റെ പുറത്തേക്കുള്ള റിഫ്ലക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ ടെമ്പറേച്ചർ കൂടുന്നത്. ആ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഐസ് മെൽറ്റ് ചെയ്യും, അതായത് ഹിമാലയത്തിലും അങ്ങനെയുള്ള മഞ്ഞുപാളികളെല്ലാം ഉരുകി ജലനിരപ്പ് കൂടും. ജലനിരപ്പ് കൂടുമ്പോൾ കോസ്റ്റൽ ഏരിയാസ് എല്ലാം വെള്ളത്തിനടിയിലാകും. ഇപ്പോൾ നമുക്ക് കേരളം തന്നെ സമീപ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചിരിക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ശംഖുമുഖം കടലും പിന്നെ കോവളത്ത് നിന്നൊക്കെ ഒരുപാട് കടലെടുത്ത് കഴിഞ്ഞു. ശംഖുമുഖത്തെ റോഡ് മൊത്തം കടലെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കടലിൻ്റെ നിരപ്പ് കൂടുന്നു. അന്റാർട്ടിക്കയിൽ ഇപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോൾ അവിടെ സസ്യങ്ങൾ വളർന്നു തുടങ്ങി. ഇത്രയും നാൾ ഐസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ഇപ്പോൾ പച്ചപ്പ് കണ്ടു തുടങ്ങി. അതിൻ്റെ അർത്ഥം അവിടുത്തെ ഐസ് ഉരുകിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് സസ്യങ്ങൾ വളർന്നു വരികയാണ്. അപ്പോൾ അതാണ് ആഗോളതാപനത്തിൻ്റെ ഒരു കാര്യം. പിന്നെ ഇപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കുന്ന ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ന്യൂനമർദ്ദമൊക്കെ, ഇതെല്ലാം ഈ ടെമ്പറേച്ചർ വ്യതിയാനത്തിൻ്റെ കാരണമാണ്. കാരണം കടലിൻ്റെ താപനില കൂടുമ്പോഴേക്കും കൂടുതൽ ജലാംശം അന്തരീക്ഷത്തിലേക്ക് പോകും. ജലാംശം പോകുന്നതോടൊപ്പം അവിടുത്തെ വായുവും ചൂടായി മുകളിൽ പോകും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിലേക്ക് പുറത്തുനിന്നുള്ള തണുത്ത വായു തള്ളിക്കയറുന്നതിനാണ് നമ്മൾ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നത്. അത് കാരണം പല സ്ഥലങ്ങളിലും പല നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് അനവസരത്തിലുള്ള മഴ നമ്മുടെ നാട്ടിൽ. അനവസരത്തിലും അർഹിക്കുന്ന അളവിലധികവും, അതായത് അനാവർഷവും അതിവർഷവും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പ്രകൃതിയെ ആകെ മാറ്റിമറിച്ചു. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം ശരിക്കും പറഞ്ഞാൽ ആഗോളതാപനത്തിൻ്റെ വേറൊരു രീതിയിലുള്ള എക്സ്പ്രഷൻ തന്നെയാണ്. പിന്നെ മറ്റൊന്ന് മലിനീകരണം. അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പാദിപ്പിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ട്. കാരണം ഒരു പ്ലാസ്റ്റിക് വസ്തു ഡിഗ്രേഡ് ചെയ്ത് അത് ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല. അലിഞ്ഞു ചേരാൻ 400ഓളം വർഷങ്ങളെടുക്കും.
ഇത് പൊടിഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആവും. അതിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം മൈക്രോ പ്ലാസ്റ്റിക്സ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഉപ്പിൽ, കടൽ ജലത്തിലാണ് ഏറ്റവും കൂടുതൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളത്. ഇത് മത്സ്യങ്ങൾ വഴിയും ഉപ്പ് വഴിയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമുക്ക് ആഗോളതാപനം ഒരു വ്യക്തിയോ ഒരു പ്രദേശമോ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മൾ കൂട്ടായി ഒരു ഗ്ലോബലി ചിന്തിച്ചാലേ പറ്റുള്ളൂ. ഒരു ഭൂമി ഒന്നാകെ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. അതിനോടനുബന്ധിച്ച് വന്നത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാര്യം അത് തന്നെ. പക്ഷേ പ്ലാസ്റ്റിക് മലിനീകരണം നമുക്ക് ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് വരെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കുട്ടികൾക്ക് അതിനുള്ള അവബോധം കൊടുക്കണം. സ്കൂളുകളിൽ നമ്മൾ മുട്ടായി കടലാസ് പോലും വലിച്ചെറിയാതെ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടിടാനും അത് വേണ്ട രീതിയിൽ സംസ്കരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. വീടുകളിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്കും ഏറ്റവും ചെയ്യുന്ന 3 കാര്യങ്ങളാണ് പരിസ്ഥിതിയിൽ, ഇക്കോളജിയിൽ പറയുന്നത് 3R. അതായത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇപ്പോൾ അതിന് വേറെ 1-2 ആറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്താണ് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്: റെഫ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പോൾ ആദ്യം ഒന്ന് വേണ്ടാന്ന് പറയുക, പ്ലാസ്റ്റിക് വേണ്ട. നമ്മൾ ഒന്നുകിൽ നമ്മളെ കയ്യിൽ നമ്മളൊരു സഞ്ചിയോ തുണിസഞ്ചിയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ തന്നെ അതിന് വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുക, കൊണ്ട് നടക്കുക. വീണ്ടും നമ്മൾ വാങ്ങിക്കുന്നതോറും ഡിമാൻഡ് കൂടും, അതിനനുസരിച്ച് ഉൽപ്പാദനം കൂടും. ഇത് മുഴുവൻ ഭൂമിയിൽ പോവുകയാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ കളഞ്ഞാലും പുറത്തു പോയാൽ അത് നമ്മുടെ ഭൂമി എന്നുള്ള വീടിൻ്റെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും പറ്റുന്നത് റെഫ്യൂസ് ചെയ്യുക, വേണ്ടാന്ന് വയ്ക്കുക. ഇനി ചിലതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പം എല്ലാം പാക്കറ്റഡ് ഫുഡ്സാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ടും പ്ലാസ്റ്റിക് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. ഒന്ന് ഉപയോഗിക്കാനുള്ള എളുപ്പം, ഭാരക്കുറവ്, ലാസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിയുന്നത്ര റീയൂസ് ചെയ്യാം. ഇനി റീയൂസ് ചെയ്യാനും പറ്റിയില്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനുള്ള, പുനഃചംക്രമണം ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്ത് അത് ശേഖരിക്കാൻ വരുന്നവർക്ക് കൊടുക്കുക, കഴുകി വൃത്തിയാക്കി വെച്ച് കൊടുക്കുക. അതിനുള്ള സംരംഭങ്ങളൊക്കെ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം അത്രത്തോളം അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ടീച്ചർ പറഞ്ഞതിൽ നമുക്ക് നമ്മുടെ ഭൂമിയെ ഒരു വീടായി സങ്കല്പിക്കുക. ആ വീട്ടിലെ അംഗങ്ങളാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എന്നാണ് ആ ഒരു ആശയം, അതാണ് ഉൾക്കൊള്ളുന്നത്. അപ്പം ടീച്ചർ അതുപോലെ തന്നെ ഈ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി ഇന്ന് ഗ്ലോബൽ ബോയിലിംഗ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അന്റാർട്ടിക്ക പോലുള്ള ഭൂഖണ്ഡങ്ങളൊക്കെ മഞ്ഞുരുകുന്ന പ്രതിഭാസം ഉണ്ടാകുന്നു. പച്ചപ്പ് എവിടെ കാണുന്നതും പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ നിറമാണ്. പക്ഷേ ചിലയിടങ്ങളിൽ പച്ചപ്പ് കാണുന്നത് അപകടത്തിൻ്റെ സൂചന കൂടിയാണെന്ന് ടീച്ചർ അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പാരിസ്ഥിതിക വിഷയങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പഠനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ മനുഷ്യർ മുഴുവൻ ചർച്ച ചെയ്യുന്ന, പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന 2 റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ നിന്നുണ്ട്. അതിലൊന്ന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും 2 ഡോക്ടർ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമാണ്. ഇത് വളരെയധികം ചർച്ചകൾക്ക് വിധേയമായൊരു വിഷയമാണ്. അതിനകത്ത് അതിൻ്റെ സാമൂഹിക തലവും രാഷ്ട്രീയ തലവും നിരവധി തലങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മളിപ്പോൾ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി സ്നേഹി, പച്ചയായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആണ് അടുത്ത ചോദ്യം. ചിറ്റാർ ആനന്ദ് സാറിനോട് എൻ്റെ ചോദ്യം, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ ഇപ്പം നമ്മുടെ മുന്നിൽ ഇപ്പോഴും വന്ന ശുപാർശകൾ നിലനിൽക്കുകയാണ്. അതിൻ്റെ പ്രസക്തി നിരവധിയാണ്. അപ്പം നമ്മുടെ ജനത ഈ ശുപാർശകളെ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ള സാറിൻ്റെ ഒരു നിരീക്ഷണം ഒന്ന് വ്യക്തമാക്കാം. ഗാഡ്ഗിൽ വ്യക്തമായ നല്ലൊരു പഠനം നടത്തിയിട്ടാണ് ആ റിപ്പോർട്ട് വെച്ചിട്ടുള്ളത്. സമഗ്രമായ ഒരു പഠനം. ഓരോ പഞ്ചായത്തിലും അവിടെ പരിസ്ഥിതി ലോല പ്രദേശം ഏതൊക്കെയാണെന്ന് വ്യക്തമായി കണ്ടെത്തിയിട്ട് അത് അവിടെ ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതിയുടെ താളം തെറ്റും എന്ന് വ്യക്തമായി പറഞ്ഞു. പക്ഷേ അത് ചില രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ ചില കക്ഷികൾ അതിന് യഥാർത്ഥത്തിലുള്ള ഗാഡ്ഗിൽ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കേരള സമൂഹം അന്ന് ഉൾക്കൊണ്ടില്ല. പക്ഷേ ഇന്ന് ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ആ പറഞ്ഞ ഓരോന്നും ശരിയാണെന്ന് ഇന്ന് ബോധ്യപ്പെടുക സമൂഹത്തിൽ. ഗാഡ്ഗിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊന്നും ഓരോന്നും നമുക്ക് സ്വീകരിക്കേണ്ട വിഷയം മാത്രമാണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ലോകത്ത് 34 ബയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ദൈവസമ്പന്നമായ പ്രദേശം. അതിൽ ഏറ്റവും 18 ഏറ്റവും പ്രധാനപ്പെട്ട. അത് 18-ൽ ഒന്നാണ് കിഴക്കൻ ഹിമാലയം, നമ്മുടെ പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം ഗുജറാത്തിലെ താപ്തി നദീമുഖത്തു നിന്ന് ആരംഭിച്ച് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക,
കേരളം, തമിഴ്നാട് ഇങ്ങനെയുള്ള 6 സംസ്ഥാനങ്ങളിലൂടെ ഈ കിടക്കുന്ന ഒരു വലിയ മലനിരയാണ്. ഈ മലനിര എന്ന് പറയുന്നത് ജൈവ വൈവിധ്യങ്ങളുടെ ഒരു ജൈവസമ്പന്നമാണ്, നിറഞ്ഞു നിൽക്കുന്ന ജൈവസമ്പന്നതയാണ്. അവിടെ നിന്നാണ് നമുക്ക് നിരവധി ഉരകങ്ങൾ, മറ്റ് വിവിധങ്ങളായിട്ടുള്ള പിന്നെ മൃഗങ്ങൾ, സസ്യങ്ങൾ, അങ്ങനെ നമ്മൾ കണ്ടെത്താൻ പോലും സാധ്യമല്ലാത്ത വിവിധങ്ങളെ ഔഷധങ്ങളെല്ലാം തന്നെ ഈ വനമേഖലയിലുണ്ട്. 44 നദികൾ ഉത്ഭവിക്കുന്നത് ഈ പശ്ചിമഘട്ട മലനിരയിൽ നിന്നാണ്. അപ്പോൾ ഇത്രമാത്രം സമ്പന്നമായ ആ മലനിരകളെ ജൈവവൈവിധ്യത്തിന് നിറകുടമായിട്ടുള്ള ആ പ്രദേശത്തെ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ നദികൾ വറ്റി വരണ്ടു പോകും. നദികൾ വരണ്ടു പോയാലുള്ള അവസ്ഥ നമുക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞ പശ്ചിമഘട്ട മലനിരകളെ നമ്മൾ എത്ര പരിശ്രമിച്ചും അതിനെ സംരക്ഷിച്ചു പോകാനുള്ള പരിസ്ഥിതിയുടെ കാവലായിട്ട് ഓരോ സാധാരണക്കാരനും മാറണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനാവശ്യമുള്ള അവയർനെസ് NGOകൾ, അധ്യാപകർ, ഇപ്പോൾ സാറിനെ പോലുള്ള അധ്യാപകർ, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകർ, സർക്കാർ ആവശ്യമുള്ള നടപടി സ്വീകരിക്കുക. അങ്ങനെയുള്ള ഒരു ശാസ്ത്രീയ പദ്ധതികൾ അതുവേണ്ടി ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം. അങ്ങ് നടപ്പിലാക്കി ജനങ്ങൾക്ക് നല്ല അവബോധം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വേണ്ടത് ആ വിഷയത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാരിസ്ഥിതിക വിഷയങ്ങളെ നേരിടുന്ന ഒരു സമീപനത്തെക്കുറിച്ചാണ് സാർ സൂചിപ്പിച്ചത്. അതായത് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനകത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തുല്യമായ പങ്കാളിത്തമുണ്ട്. നമ്മുടെ കുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊപ്പം യുവജനത, NGOs, പിന്നെ പരിസ്ഥിതി പ്രവർത്തകർ, എല്ലാവർക്കും അതിനകത്ത് തുല്യമായ പങ്കാളിത്തമാണ് ഉള്ളത്. അതിനകത്ത് നമുക്ക് സാർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് കേവലം സമൂഹത്തിലെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു സ്വത്താണെന്നോ അല്ലെങ്കിൽ അവർ മാത്രം സംരക്ഷിക്കേണ്ടതാണെന്നോ ഉള്ള ഒരു തെറ്റായ ചിന്ത തിരുത്തപ്പെടണമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായിട്ട് ഈ രംഗത്ത് കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തും ആ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന 3 വ്യക്തിത്വങ്ങളാണ് നമ്മളിന്ന് അവരുടെ അനുഭവങ്ങളാണ് ഇവിടെ നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ ഒരു നിർവചനം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പറയാം. അത് ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ട ഷേപ്പാണ്, സ്ഫെരിക്കൽ ഷേപ്പാണ് അല്ലേ? അപ്പോൾ ഉരുണ്ട ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു 0 ആയിട്ട് പരിഗണിക്കാം. അപ്പം എർത്ത് ഈസ് റൗണ്ട് എന്നാണ് പറയുന്നത്. റൗണ്ട് എന്ന് പറഞ്ഞാൽ അത് 0 0 ഈസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അപ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് തുടങ്ങുന്നു. ഭൂമിയെ നമ്മൾ 0 ആയി കരുതുന്നവരുണ്ട്, അതിനെ നിസ്സാരമായിട്ട് കരുതുന്നവരുണ്ട്. ആ 0 എന്ന് പറയുന്നത് നത്തിങ് ആണെന്ന് നമുക്കറിയാം. ആ നത്തിങ് എന്ന് പറയുന്നത് നമ്മൾ അസാധ്യമായ ഒന്നുമില്ല, 0 ഈസ് നത്തിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്തയിലൂടെ ആണ് ഇവരോരോരുത്തരും, ഈ 3 വ്യക്തിത്വങ്ങളും, ജയകുമാരി ടീച്ചറാണെങ്കിലും ഒപ്പം വിനോദ് സാറാണെങ്കിലും ചിറ്റാർ ആനന്ദ് സാറാണെങ്കിലും, ഇവരെല്ലാം അവരുടെയൊക്കെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് 0യിൽ നിന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ 0യിൽ നിന്ന് തുടക്കം കുറിക്കുകയും വളരെ സജീവമായ പ്രവർത്തനത്തിലൂടെ, പ്രത്യേകിച്ച് കൃത്യമായ ഇച്ഛാശക്തിയിലൂടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്തായാലും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിലനിർത്തേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും തുല്യമായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇത്രയും വിലയേറിയ സമയം, അതിനേക്കാൾ വിലയേറിയ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ച ബഹുമാനപ്പെട്ട ആദരണീയായ ജയകുമാരി ടീച്ചറിനോടും ഒപ്പം തന്നെ ശ്രീ വിനോദ് സഹ്യാദ്രിയോടും ശ്രീ ചിറ്റാർ ആനന്ദ് സാറിനോടുമുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സാമൂഹിക പാരിസ്ഥിതിക വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെടാറുണ്ട്. അത്തരത്തിൽ കോന്നിയെ സംബന്ധിച്ച് കോന്നിയുടെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്ത് പൊതുപ്രവർത്തകനാണ്, പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ഇടപെടുന്ന ശ്രീ എ ദീപകുമാർ നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം.